നമസ്കാരം. ഇത് എൻ്റെ ലൈഫിൽ സംഭവിച്ചൊരു കാര്യമാണ്. കാരണം ചില സംഭവങ്ങൾ യാദൃശ്ചികമാണ്, എന്താണ് അറിയില്ല, നമ്മുടെ ലൈഫിൽ സംഭവിക്കാനുള്ളത് സംഭവിച്ചിട്ടേ ഇരിക്കുള്ളൂ. ഞാനൊരു പ്രാവശ്യം ലീവിന് വന്നപ്പോൾ മലയാറ്റൂർ പെരുന്നാളിന് പോയി. ഈസ്റ്റർ കഴിഞ്ഞിട്ടാണ് അവിടുത്തെ പെരുന്നാൾ, പുതിയ ഞായറാഴ്ച അങ്ങനെ എന്തോ ആണ്, എനിക്കിപ്പോൾ ഓർമ്മയില്ല. പെരുന്നാളിന് പോകാമെന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെയല്ല. പണ്ടൊക്കെ കണ്ണമാലി പെരുന്നാൾ, ഇടപ്പള്ളി പെരുന്നാൾ, മലയാറ്റൂർ, ഇതൊക്കെ സ്പെഷ്യൽ ബസ് സർവീസാണ്. അന്ന് മിക്ക ആൾക്കാരും ഈ പറഞ്ഞ സ്ഥലത്തൊക്കെ പോകും. ബസ്സിലൊക്കെ ടൈറ്റ് ലോഡായിരിക്കും. അപ്പോൾ എറണാകുളം ഇപ്പോൾ ഇടപ്പള്ളിയിൽ നിന്നൊക്കെ അങ്ങോട്ട് പോവുകയാണെങ്കിൽ ദൂരം കുറച്ചുണ്ട്. ഞാൻ ഒറ്റക്കാണ് പോയത്. ഞാൻ പോയി മല കയറി താഴെ ഇറങ്ങി ബസ് സ്റ്റാൻഡിൽ വന്ന് കുറച്ച് നേരം ആ കോടനാട് കിടക്കണ പുഴയിൽ പോയി ഞാൻ കുളിച്ച്, ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ ബസ്സിൽ കയറുന്നത്. ആലുവ ബസ്, എറണാകുളം ബസ്സാണ്. ഞാൻ ആലുവക്ക് പോവാൻ വിചാരിച്ച് കയറിയതാണ്. ബസ്സിൽ കയറി, ബസ്സിൽ ടൈറ്റ് തിരക്കിങ്ങനെ വരാൻ തുടങ്ങി. അപ്പം നല്ലൊരു ഭംഗിയുള്ളൊരു ചേച്ചി, 45 വയസ്സൊക്കെ ഉണ്ടാവും, സാരി ഉടുത്തിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരുത്തനെ ഒരു ബാക്കിൽ പോയി ഇങ്ങനെ മുട്ടിക്കുന്നുണ്ട്. അപ്പോഴുണ്ട് ഇവർ മെല്ലെ അവന് ചേർന്ന് നിന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ സംഭവം ഇൻട്രസ്റ്റുള്ള ചേച്ചിയാണ്. അപ്പം അവനാണെങ്കിൽ ഒരു പൊട്ടൻ്റെ പോലെ നിൽക്കണമെങ്കിലും അവൻ്റെ സാധനമൊക്കെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കണുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഇത് ഞാൻ ഇപ്പം കുറച്ച് ദൂരമല്ലേ, എനിക്ക് മുട്ടി നിന്നാൽ എന്താണെന്ന് അങ്ങനെ ഒരു വിചാരം. അങ്ങനെ ഞാനെന്ത് ചെയ്ത് സൈഡിൽ കൂടി തിരക്കി ഇവനെ ഔട്ടാക്കി. പക്ഷേ ഇവനെ ഞാൻ നല്ലൊരു സെറ്റപ്പിലേക്കാണ് തള്ളി മാറ്റിയത്. പക്ഷേ ഇത് ഞാൻ സെറ്റാക്കി. എനിക്ക് ആ പ്രായവും അവരുടെ ശരീരമൊക്കെ കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. അങ്ങനെ ബസ് അവിടെ നിന്ന് വിട്ടു. ബസ് ഫുൾ ടൈറ്റാണ്. ഇതിങ്ങനെ ഒതുങ്ങി നിന്ന് തരിക. വണ്ടി കുറച്ചാണ്ട് ഇറങ്ങിയപ്പോൾ ഇവരുടെ ബാക്കിലെല്ലാം എൻ്റെ ഇത് മുട്ടി നിൽക്കണേ. ഇതിങ്ങനെ ഗൗരവം വെക്കാൻ തുടങ്ങി. അനക്കം വെച്ച് ഇത് പിന്നെ നല്ല 90 ഡിഗ്രി എത്തി. അപ്പം ഞാൻ അങ്ങോട്ട് പ്രസ് ചെയ്യും തോറും അത് ഇങ്ങോട്ട് ആയി തരണം. നല്ല ഇൻട്രസ്റ്റുള്ള ചേച്ചിയാണെന്ന് എനിക്ക് മനസ്സിലായി. നോക്കുമ്പോൾ എന്താ എൻ്റെ ഹൈറ്റില്ല, എൻ്റെ മൂക്കിൻ്റെ അവിടെയാണ് അതിൻ്റെ സ്ഥലം വെക്കണേ. ഞാൻ മൂക്കും കൊണ്ട് സ്ഥലം മേലൊക്കെ അറിയാത്ത പോലെ ഓരോ വരസൊക്കെ ചെയ്യും. അങ്ങനെ ആലുവ വരെ ഞാൻ ഇടയ്ക്ക് സൈഡിൽ കൂടി കൈയിട്ട് വയറുമേലും എല്ലായിടത്തും, പിന്നെ സാരിൻ്റെ ഇടയിൽ കൂടി കൈ അടിക്കൊക്കെ തൊട്ട് എല്ലായിടത്തും ഞാൻ തൊട്ടിട്ടുണ്ട്. പെണ്ണാകെ നനഞ്ഞ് കുളിച്ചിട്ടുണ്ട്. അങ്ങനെ ആലുവയിൽ ഇറങ്ങി. എനിക്ക് അവിടെ ഇറങ്ങിയിട്ട് അടുത്ത ബസ്സിന് പോകാമെന്ന് വിചാരിച്ചപ്പോൾ ഈ പെണ്ണും അവിടെ ഇറങ്ങി, ഈ ചേച്ചി. അതിൽ ഞാൻ അതിൻ്റെ അടുത്ത് ചെന്ന് നിന്ന്, അല്ല എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അന്നൊക്കെ അങ്ങനെ കൂടുതൽ അന്ന് ഈ തട്ടിപ്പും ഊടായ്പൊന്നുമില്ല. ആരെങ്കിലും മിണ്ടാൻ വന്നാൽ അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മിണ്ടും. ഇന്നൊക്കെ അങ്ങനെയല്ല. ഒരു അപരിചിതനെ കണ്ട മിണ്ടാൻ ഭയോ, അവൻ ആരാ, എന്താണ്, ഏത് തരക്കാരനാണ്, അങ്ങനത്തെ കഥകളാണ് ഇന്ന് കേൾക്കുന്നത്. പക്ഷെ പണ്ട് അങ്ങനെയൊന്നുമില്ല. കൂടി ഒരു പരിപാടിയൊക്കെ എടുക്കുക, അതിനുള്ള സെറ്റപ്പും സംസാരവും അവിടെ ഉണ്ടാവുള്ളൂ. പണ്ടൊക്കെ ബസ് സ്റ്റോപ്പിലായാലും എന്തായാലും, അല്ലാണ്ട് അക്രമം അങ്ങനത്തെ ഒന്നുമില്ല. അപ്പോൾ ഞാൻ മെല്ലെ അടുത്ത് ചെന്ന് ചേച്ചിയുടെ വീട് എവിടെ ചോദിച്ചു. അപ്പോൾ എന്നോട് ചോദിച്ചു നിൻ്റെ വീട് എവിടെ ചോദിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ സ്ഥലമൊക്കെ പറഞ്ഞു. നീ എന്താ ചെയ്യണമെന്ന് വെച്ച്. അപ്പം ഞാൻ എൻ്റെ ജോലി പറഞ്ഞ് ഞാൻ ലീവിന് വന്നതാണ്, പള്ളിയിൽ പോയതായിരുന്നു. അപ്പം ഞാൻ അവരോട് ഒറ്റക്കുള്ള ചേച്ചി. അപ്പോൾ അവർ പറഞ്ഞ് ഞാൻ ഒറ്റക്കല്ല പോയത്, എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാരൊക്കെ ഉണ്ടായി, പക്ഷെ കൂട്ടം തെറ്റിപ്പോയി. അങ്ങനെ പോലീസ് എയ്ഡ് പോസ്റ്റിലൊക്കെ അനൗൺസ്മെൻ്റൊക്കെ നടത്തി. പലൻ്റെ മുകളിലും താഴെയൊക്കെ പലവട്ടം അനൗൺസ്മെൻ്റൊക്കെ നടത്തി. കുറേ നേരം കാത്തു നിന്നിട്ട് ഒപ്പമുള്ളവരെ കണ്ടുമുട്ടാൻ കഴിഞ്ഞില്ല. അങ്ങനെ പോരുകയെന്ന് പറഞ്ഞു. ഞാൻ ചായ കുടിക്കണം ചോദിച്ചേ. ചായ വേണ്ട പറഞ്ഞു. അപ്പം ഞാൻ അവരോട് ചോദിച്ചേ നിങ്ങൾക്കിപ്പോൾ വീട്ടിൽ പോകാൻ തിരക്കണ്ടോ ചോദിച്ചേ. എന്താ കാര്യം ചോദിച്ചേ. അപ്പോൾ ഞാൻ പറയാം എൻ്റെ വീട്ടിൽ ആരുമില്ല, എൻ്റെ വീട്ടിൽ പോവാം.
അപ്പം ഇവരുടെ വീട് പറവൂർ സൈഡാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്നിട്ട് അതിലേക്ക് അടുത്തിറങ്ങിയാൽ പിന്നെ അവിടുന്ന് വരാപ്പുഴ നിങ്ങൾക്ക് ബസ് കിട്ടും. അന്ന് വരാപ്പുഴ പാലുമില്ല, അവിടുന്ന് പറവൂർക്ക് ബസ്സുണ്ട്. അപ്പോൾ എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി. അപ്പോൾ ഇവർക്ക് ബാക്കിൽ നിന്ന് ഞാൻ നല്ലോണം കൊടുത്തിട്ടുണ്ടല്ലോ, ഇതിൻ്റെ പൂർപ്പ് അതിന് മനസ്സിലായി. സത്യം പറഞ്ഞാൽ അവരുടെ അടിപ്പാവന ഷഡ്ഡിയൊക്കെ തുളച്ച് കയറുന്ന അത്ര ടെമ്പറിലല്ല. ഞാനന്ന് നല്ല യൂത്താണ്. ഇപ്പോഴും മോശമല്ല, അന്നൊക്കെ പറയാണ്ടിരിക്കണേ നല്ലത്. അതിൽ ഇവരെന്നോട് ചോദിച്ചു നിന്നെ വിശ്വസിക്കാൻ പറ്റുമോ, നിൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അപ്പം ഞാൻ പറയാം അമ്മ പെങ്ങാന്മാരൊക്കെയാണ്, പെങ്ങാന്മാരൊക്കെ കെട്ടിച്ചതാണ്. അമ്മ ചേച്ചിയുടെ വീട്ടിലാണ്, ഒരാഴ്ച കഴിഞ്ഞേ വരുള്ളൂ. എൻ്റെ വീട്ടിൽ ആരുമില്ല, നിന്നെ വിശ്വസിക്കാൻ പറ്റുമോ? അപ്പോൾ ഞാൻ പറയാം എൻ്റെ ജോലി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഞാനൊരു അഡ്രസ്സുള്ള ആളാണ്, ഒരു ഉത്തരവാദിത്തപ്പെട്ട ജോലി സർവീസിലുള്ള ആളാണ്. ഇപ്പം എനിക്കൊരാഗ്രഹം വന്ന് നമ്മളൊന്നും ഇനി ജീവിതത്തിൽ ഒരിക്കലും കണ്ടുമുട്ടില്ല എന്ന് വിചാരിച്ച് ഞാനിവിടുന്ന് എറണാകുളത്തേക്ക് തുടർച്ചയായിട്ട് യാത്ര ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങളെ കാണാൻ വേണ്ടി നിങ്ങളിവിടെ ഇറങ്ങിയതാണ്. അല്ലെങ്കിൽ എനിക്ക് എടപ്പള്ളി പോയി ഇറങ്ങിയാൽ മതി എന്നൊക്കെ പറഞ്ഞപ്പോൾ ചില മനുഷ്യർക്ക് അങ്ങനെ ഒരു ആഗ്രഹം വരണതാണ്. 100% സേഫാണ്, നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ പോര് വരണം. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. സത്യം പറയാം, ആ സ്ത്രീ ഞാനിതൊക്കെ ചെയ്തു എന്ന് പറയാൻ ആപാത ചൂടൻ, ഞാൻ ഒക്കെ ചുംബനവും എല്ലാം ചെയ്തു, ഫുൾ നേക്ക് വാക്കും എല്ലാം പ്രയോഗിച്ചു. ഇത് കഴിഞ്ഞിട്ട് ഇവർ കരയാൻ. ഇത്രയും കൊല്ലമായിട്ട് എൻ്റെ മാരേജ് കഴിഞ്ഞിട്ട് ഈ ഒരു സുഖം ഞാൻ അനുഭവിച്ചിട്ടില്ല. അപ്പോൾ എന്താ, ഇയാളുടെ ഭർത്താവിന് ബിസിനസ്സും കുറിയും സംഭവങ്ങളൊക്കെയാണ്. സെക്സിൽ താല്പര്യമില്ല, കഴിവില്ല. ഈ കാലം വരെ അവർക്ക് കളി എന്താണെന്ന് മനസ്സിലായിട്ട് കളിച്ചിട്ടുണ്ട് ഒക്കെ ഉണ്ട്. പക്ഷേ ഓർഗാസം രതിമൂർച്ച അവർക്ക് ഉണ്ടായിട്ടില്ല. അവരുടെ ലൈഫിൽ സെക്സിൻ്റെ സുഖം ഫസ്റ്റിൽ അനുഭവിക്കുകയാണെന്ന്. കരയണ ചിരിക്കണ സന്തോഷം കൊണ്ട്. എന്നിട്ട് ഇവരെന്നോട് വീടൊക്കെ കറക്റ്റ് പറഞ്ഞു തന്നു, നീ വരുമോ? 9 മണി 10 മണിക്കുള്ളിൽ വന്നാൽ വീട്ടിൽ ആരും ഉണ്ടാവില്ല രാത്രി. അയാൾ 10 മണി കഴിഞ്ഞേ വരുള്ളൂ, പക്ഷേ കുടിക്കാനൊക്കെ പോകുന്നിട്ടേ വരുള്ളൂ. ഒരു 7 മണി കഴിഞ്ഞാൽ എപ്പോഴും വരാം, 10 മണി വരെ സേഫാണ്, അല്ലെങ്കിൽ 9 മണി വരെ. അപ്പോൾ ഞാൻ പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു സൈക്കിളുണ്ടെന്ന്. 2 വീലിലും കൃത്യം കാറ്റുണ്ടാവുള്ളൂ, ബ്രേക്കൊന്നും ഉണ്ടാവില്ല. മറ്റൊരാൾക്ക് ഈ സൈക്കിൾ ചവിട്ടാൻ പറ്റില്ല, എങ്ങോട്ടെങ്കിലും പോകും. എനിക്ക് മാത്രമേ ഇണങ്ങുള്ളൂ ആ കുതിര. അങ്ങനെ ഞാൻ ഈ സൈക്കിള് അവരുടെ അങ്ങോട്ട് ചവിട്ടൽ തുടങ്ങി. അവസാനം പുഴ കിടക്കണ്ടേ, ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണും ഈ സൈക്കിളായിട്ട്. ഈ തോണിക്കാരൻ എന്നോട് ചോദിക്കും എവിടേക്കാണ് പോകണതെന്നൊക്കെ ചോദിക്കും. അപ്പം ഞാൻ പറയും അവിടെ വല വലിക്കണ ആരുടെയെങ്കിലും പേര് പറയും, അവരുടെ അടുക്ക് പോകണമെന്ന എന്തെങ്കിലുമൊക്കെ പറയും. പിന്നെ കൂടുതൽ ഞാൻ അങ്ങനെ മൈൻഡ് ചെയ്യില്ല. പിന്നെ ഞാൻ പോകാനുമായി, പിന്നെ ലീവിൽ വന്നാലും പോയി സൈക്കിൾ ചവിട്ടും, അവിടെ പോയാൽ അതിനെയും ചവിട്ടും. 7 വർഷം അവരെ കണ്ടിന്യൂ ചെയ്യാൻ വരുന്നാൽ അവരുടെ അടുത്ത് പോകും. അങ്ങനെ നിൽക്കുമ്പോഴാണ് അവർക്കൊരു അപകടം പറ്റി. പിന്നെ എന്താ പറയുക, അവരിപ്പോൾ ഇല്ല. ഇത്രയൊക്കെ ഉള്ളു മനുഷ്യൻ്റെ കാര്യം. ഒരു ബസ്സിലുള്ളൊരു ജാക്കിയാണ് ഇതിനൊക്കെ ചെയ്തത്. 7 കൊല്ലം അഫ്സലായിട്ട് ഡ്രൈവ് ചെയ്ത്. ഞാൻ ഇവിടെ ഉണ്ടാകുന്ന സമയത്തൊക്കെ ചെയ്തു കൊടുത്തത്, എന്നെ കൊണ്ട് അതൊക്കെയല്ലേ പറ്റുള്ളൂ. ഇതൊക്കെ ഒരു യാദൃശ്യമായിട്ട് സംഭവിച്ചതാണ് ലൈഫിൽ. ഇന്നൊന്നും അത് നടക്കില്ല. ഇന്നൊക്കെ ആരെങ്കിലും ഇങ്ങനെ പരിചയപ്പെട്ട് എൻ്റെ വീട്ടിലേക്ക് വരണമെന്നൊക്കെ ചോദിച്ചാൽ ഇവനെന്തോ തട്ടിപ്പുണ്ട്, ചിലപ്പോൾ എന്നെ കൊണ്ടുപോയി കൊല്ലാനാ അല്ലെങ്കിൽ സ്വർണത്തിൻ്റെ മാല പൊട്ടിക്കാനാന്നൊക്കെ വിചാരിച്ച് അപ്പം തന്നെ പ്രശ്നമാക്കും. ആരും ചോദിക്കുന്നില്ല. പക്ഷേ പണ്ടങ്ങനെയല്ല. അതാണ് ഈ കാലഘട്ടങ്ങൾ തമ്മിലുള്ള മാറ്റം. അവരിപ്പോൾ സ്വർഗത്തിലുണ്ടാവും. നമസ്കാരം.